ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അമ്പലയാത്രയായാലോ? ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലാട്ടോ ഉള്ളത്. നിങ്ങൾക്കൊരു പട്ടൊക്കെ വഴിപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പട്ടൊക്കെ നമ്മൾ താഴെ തന്നെ മേടിച്ചു. ഇതാട്ടോ അമ്പലം. ഇവിടെ ഒന്നല്ല, കുറച്ചുകൂടി ഇങ്ങോട്ട് ദൂരത്താട്ടോ. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം കേട്ടോ അമ്പലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്താറായി കേട്ടോ. ഇനി ചുറ്റമ്പലത്തിൻ്റെ എവിടേക്കൊക്കെ ഫോൺ അലൗഡ് ആണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇനി ഉള്ളിലത്തൊന്നും നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു, പുഷ്പാഞ്ജലിക്ക് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് റെസിപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവിടേക്കാട്ടോ പോയത്. എന്നിട്ട് നമ്മൾ വഴിപാടുകളൊക്കെ എഴുതി റെസിപ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും വന്ന ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പുഷ്പാഞ്ജലി മാത്രമല്ല, മുട്ടറുക്കലും അങ്ങനെയുള്ള വഴിപാടുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കിന് നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-10 മിനിറ്റ് മാത്രമേ നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കിനും നട തുറന്നു കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒരു കടവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയെ കാണാൻ, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറാനായിട്ടോ. തൊഴുതിറങ്ങിയപ്പോഴേക്കിനും പിന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ നിന്ന് മേടിച്ച പ്രസാദങ്ങളൊക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ. തിരിച്ചു പോരാൻ നേരത്താണ് അവിടെ നിന്ന് അവർ പറഞ്ഞത് ഇവിടെ ഇന്നും പ്രസാദം ഊട്ടുണ്ടെന്നുള്ളത്. എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് പോവാൻ എന്നായി. അങ്ങനെ ഒരു 12 മണിയായപ്പോഴേക്കും നമുക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ. നല്ല മോരൂട്ടാനും അച്ചാറും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ പിന്നെ കളിപ്പാട്ടങ്ങളാണ്. സ്ഥിരം കരച്ചിലും വാശിയും തുടങ്ങി കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വെറുതെ ഒരു പമ്പരത്തിൻ്റെ ഒരു ടോയും മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഓക്കെ, ബായ്.